എക്സാമിനാകെ കുറച്ച് ദിവസമുള്ളൂ. ഈ ഒരു എക്സാമിൻ്റെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പോയിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയുള്ള മാർക്ക് കിട്ടും. എങ്ങനെയാണെന്ന് അറിയണ്ടേ? നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന അതേ സ്ട്രാറ്റജി നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് ഫ്രീ ആയിട്ടാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതി പോയിക്കോളി. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് കിട്ടും. നമ്മൾ ഈ കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ നിങ്ങളൊക്കെ നല്ല പഠിക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ നല്ല 24 മണിക്കൂർ കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വിചാരിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല. ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം അല്ലേ? ഇല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, ഇനി എങ്ങനെ പഠിക്കണം, അതിൻ്റെ ടൈം ടേബിൾ ഉണ്ടാക്കണം, ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നറിയാത്തതിൻ്റെ പ്രശ്നമല്ലേ ഉള്ളത്. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിളായിട്ട് പറയാം. അപ്പം മാർച്ചാണ് എക്സാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫെബ്രുവരി ഉണ്ട്, ജാനുവരി ഉണ്ട്. നമ്മളിപ്പോഴേ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. നമ്മൾ അധികം കുട്ടികളും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഫെബ്രുവരി ലാസ്റ്റിലേക്കൊക്കെ ആകുമ്പോഴേക്കും നന്നാക്കി ഉറക്കുക. ഇനി 24, 16, 17 മണിക്കൂറൊക്കെ പഠിക്കും. അങ്ങനെയല്ല പഠിക്കേണ്ട സിസ്റ്റമാറ്റിക് മെത്തേഡ്. അപ്പം നമ്മൾ റിലാക്സ് ആയിട്ട് നിൽക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ ഹാർഡ് വർക്ക് എടുക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ സോഷ്യൽ സയൻസിൽ ഇപ്പോൾ ജോഗ്രഫിയിലെ ഒരു ഫസ്റ്റത്തെ സെഷനിൽ 4-5 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ജാനുവരി 1-ാമത്തെ തീയതി ഈ 1-ാമത്തെ ചാപ്റ്റർ നമ്മൾ പകുതി പഠിക്കും. അത് മോർണിംഗ് ചെയ്യും. മോർണിംഗ് എപ്പോൾ ചെയ്യും? രാവിലെ ഒരു 5 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 6 മണി 6:30 വരെ നമ്മളത് പഠിക്കും. അതിനുശേഷം നമ്മൾ സ്കൂളിലൊക്കെ പോയി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ ഒന്നും കൂടി പഠിക്കും. ഇപ്പം എന്ത്, ഈ 1-ാമത്തെ ജോഗ്രഫിൻ്റെ പാർട്ട് ബാക്കിയുള്ള നമ്മൾ പഠിക്കും. അപ്പോൾ എന്ത് ചെയ്ത് രാത്രി ആകുമ്പോഴേക്കും ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയും ഒരു ദിവസം. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തരുത്. നമ്മൾ പിറ്റേന്ന് രാവിലെ 5:30 അല്ലെങ്കിൽ 5 മണിക്ക് ആവുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ആ യെസ്റ്റർഡേ എടുത്ത കാര്യങ്ങൾ റിവിഷൻ ചെയ്യാം. നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് തലയിൽ കയറുള്ളൂ. അതിനുശേഷം ചെയ്യേണ്ടത് അതുകൊണ്ട് വരാവുന്ന ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാക്കുക. അധികം കുട്ടിക്കും എക്സാമിന് പോകുമ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീരെ അറിയില്ല. അതറിയാത്തതിൻ്റെ കേസുകൾ ക്വസ്റ്റ്യൻസ് ഫെമിലിയർ അല്ല. കാരണം ഇപ്പോഴത്തെ അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഏറ്റവും അടിപൊളിയായ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ നോക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു എക്സാം അത് കഴിഞ്ഞിട്ട് നടത്തുക. ഇങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റിംഗ് പ്രാക്ടീസ് കിട്ടും. റൈറ്റിംഗ് പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏത് എക്സാമിനും എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാനുള്ളൊരു മൊമെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതിനാണ് നമ്മൾ എഴുതി പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേ ഒരു സിസ്റ്റമായി ഇപ്പോൾ പാഠത്തിൻ്റെ വലുപ്പം നോക്കുക. ഇപ്പോൾ എക്സാമ്പിൾ മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ അത് എന്ന് തീരും? നിങ്ങൾക്ക് വേണം ജനുവരി ലാസ്റ്റ് ആകുമ്പോഴേക്ക് എല്ലാ പാഠവും തീരണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ദിവസം എത്ര ചെയ്യണം? നിങ്ങൾ ആലോചിക്കണം. എല്ലാ വിഷയങ്ങളൊക്കെ ഓരോന്ന് എഴുതിയിട്ട് എത്ര ദിവസം കൊണ്ട് ഞാൻ സോഷ്യൽ ഒരാഴ്ച കൊണ്ട് തീർക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? ഒരാഴ്ചനെ കൊണ്ടുള്ള കാര്യം സിലബസ് മേക്ക് ചെയ്ത് പാഠത്തിന് അതായത് ഓരോ ക്ലാസ്സിലും പല രീതിയിലുള്ള പാഠവും ലെങ്ത്തും ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് നിങ്ങൾ ഓരോ ടൈം ടേബിൾ പ്രകാരം ഇങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ചെയ്താൽ മതി. രാത്രി നിങ്ങൾ പഠിക്കാന്നുണ്ടെങ്കിൽ രാവിലെ എന്താക്കുക? അതിൻ്റെ റിവിഷൻ കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ രാവിലെ തന്നെ മൊത്തം ഒന്നും കൂടി റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് അതിൻ്റെ എക്സാം കൂടി നിങ്ങൾ തന്നെ കണ്ടക്ട് ചെയ്യുമ്പോൾ വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് ചെയ്ത് പോയിക്കോളി, നിങ്ങൾക്ക് നല്ല റിസൾട്ട്. നിങ്ങൾ ഒരു 3 പാഠങ്ങൾ അങ്ങനെ ചെയ്ത് പോയേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പാക്ട് എന്താണെന്നുള്ളത് മനസ്സിലാവും. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ടൈം ലെങ്ത് എടുക്കരുത്. എത്രയും പെട്ടെന്ന് പാഠം തീർക്കുക എന്നുള്ളതാണോ. പെട്ടെന്ന് ജാനുവരി കഴിയുമ്പോഴേക്ക് നിങ്ങൾ പാഠം തീർത്ത് കഴിഞ്ഞാൽ ഫെബ്രുവരി നിങ്ങൾക്ക് പിന്നെ റിവിഷൻസ് ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ കോൺഫിഡൻസ് ആയി. നിങ്ങൾ ആലോചിച്ച് നോക്കി, പഠിച്ച കാര്യങ്ങൾ 3, 4, 5, 6 ഭാഷ റിവിഷൻ ചെയ്യുമ്പോൾ എക്സാമിന് വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എഴുതാൻ വേണ്ടി കഴിയും. അതല്ല നിങ്ങളെ പ്രശ്നം, പഠിച്ച് തീരാത്ത പ്രശ്നമാണ്. അത് നമ്മളിപ്പം കളിക്കും. ഈ കളി ഒഴിവാക്കിയിട്ട് നമ്മൾ ഇപ്പം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഫെബ്രുവരി ലാസ്റ്റ് ആവുന്ന സമയത്ത് രാത്രി ഒരു 7 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 10 മണി 10:30 വരെ പഠിച്ച് കടന്ന് രാവിലെ നമുക്കൊരു 6 o'clock 5:30 എണീച്ച് ചെയ്താൽ മതി. റിലാക്സ് ആയി ചെയ്താൽ മതി. വലിയ ടെൻഷനുള്ള സീനുള്ള കാര്യമൊന്നും അല്ലത്. പക്ഷേ അധിക കുട്ടികൾ ചെയ്യുന്നത് ഈ ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോൾ എല്ലാവരും പേടിപ്പിക്കും. അപ്പോൾ വലിയ കുത്തിരുന്ന് പഠിക്കും, ഉറക്കൊഴിഞ്ഞ് പഠിക്കും. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഏത് എക്സാം ആണെന്നുണ്ടെങ്കിൽ വെരി സിമ്പിളാണ്. പക്ഷേ നമ്മൾ എക്സാമിൻ്റെ ഒരു 2 മാസം മുന്നേ അത് പഠിച്ച് തീരണം. അപ്പം ജനുവരി മൊത്തങ്ങൾ പഠിച്ച് തീർത്തിട്ട് ഫെബ്രുവരിയിലേക്ക് നിങ്ങൾ റിവിഷന് കൊടുക്കുക. ഉറപ്പ് തരാട്ടോ, നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഡെഫിനറ്റ്ലി. കാരണം ഞാൻ ചെയ്തിട്ട് എനിക്ക് മാർക്ക് കിട്ടിയ സാധനമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത്. നമ്മളെല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുന്ന സാധനമാണ്. ഈ ഒരു കീ പോയിന്റ് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ എന്താക്കുക? അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളെ ബ്രദേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ ഉമ്മയോ ആരാണോ ഉള്ളത്, അച്ഛനോ അമ്മയോ ആരാണോ ഉള്ളത്, ഏട്ടന്മാരോ കാക്കമാരോ ആരാണോ ഉള്ളത്, ഓലെ കൊണ്ട് ഇത് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക്കുള്ള ഫോളോ കിട്ടും. മനസ്സിലായല്ലോ? ഇത് ഫോളോ ചെയ്യാം. പിന്നെ നമ്മൾ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് നമുക്കിപ്പോൾ എന്താ പറയുക, സോഷ്യൽ മീഡിയ ഒഴിവാക്കാനൊന്നും കഴിയില്ല. നിങ്ങൾ ഒരു 2 മണിക്കൂർ പഠിച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചോ, റീൽസൊക്കെ കണ്ടോ, പ്രശ്നമൊന്നുമില്ല. നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയണമെന്നില്ല. അങ്ങനെ എഫോർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിലാക്സ് ആണ്. ഒരു 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ പഠിക്കുക. ഒരു 5 മിനിറ്റൊക്കെ ഇൻസ്റ്റൻ്റെ റീൽസ് കണ്ടൊക്കെ പഠിച്ചോളി. ഒക്കെ സെയിം പ്രശ്നമൊന്നുമില്ല. എല്ലാവരും പറയും സാറേ എനിക്ക് കണ്ടിന്യൂസ് ചെയ്യാം. അപ്പം റിലാക്സ് കിട്ടുന്ന എന്താണുള്ളത് എക്സസൈസ് ചെയ്യുന്നത് എക്സസൈസ് ചെയ്യുക. 2 മിനിറ്റ് 3 മിനിറ്റ് റീല് കണ്ടിട്ട് നമ്മൾ അതിൽ ചെയ്യുക. അരമണിക്കൂർ റീലും 5 മിനിറ്റ് പഠനവും ആവരുത്. ഓപ്പോസിറ്റ് ആവണം. 1 മണിക്കൂർ
മണിക്കൂർ 2 മണിക്കൂർ പഠനം റിലാക്സിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ അത് പാരൻസും കുട്ടികളെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഓരോ എല്ലാ ടൈമിലും പോയി കണ്ട് എന്ത് ചെയ്യൂല പഠിക്കൂല കാരണം കുട്ടികളാണ് അപ്പോൾ ഓൾക്ക് ഇനിയിപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ശനിയാഴ്ച കുറച്ച് ടൈം കിട്ടുന്നതാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവറൊക്കെ ഒരു സോഷ്യൽ മീഡിയ കൊടുത്ത് ഇൻസ്റ്റാഗ്രാമോ ഒക്കെ കുറച്ച് ഗെയിം കളിച്ചൊക്കെ ചെയ്തോട്ടെ ഒരു റിലാക്സോട് പഠിക്കട്ടെ ഫുൾ ടൈം സ്ട്രെസ് മാത്രം കൊടുക്കരുത് കാരണം കുട്ടിക്ക് എവിടെ എത്താൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായി നോക്കിയതിന് ശേഷം നിങ്ങൾ ഇതേ കൺസിസ്റ്റൻ്റ്ലി പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും ഷുവർ ഓക്കെ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എജ്യൂസ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അവർക്കും കിട്ടുന്ന നല്ല മാർക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം